Hi, welcome all. Welcome to my class. Today we are going to study I form girders, I section girders. So what is a it is an example or application of a cantilever, and it is a non-uniform bending cantilever. So in the last video we have seen what is a non-uniform bending. So a heavy girder is supported at its end. It is bent non-uniformly under its own weight into the form of an inverted double cantilever. We know that the depression of its midpoint is given by y is equal to WL3 by 48 EI. So if it has a cross section of breadth B and thickness D, so IG is equal to BDQ by 12. Therefore y is equal to MGLQ by 48 E BDQ by 12. What we get is MGLQ by 4 E BDQ. So when a beam is used as a girder, it should have the minimum depression under its own weight. So what is the problem here is, so I am having a girder. Girder is nothing but a beam, but it has a end is flat and the middle portion is narrow. It is bent non-uniformly under its own weight into the form of an inverted double cantilever. അപ്പോൾ അതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ട് തന്നെ അതെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ കാൻഡിലിവറായി ഇൻവേർട്ടഡ് ഡബിൾ കാൻഡിലിവറായി ആക്ട് ചെയ്യും. ഒരു കാൻഡിലിവറിൻ്റെ എക്സ്പ്രഷൻ ഡിപ്രഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബീമിനെ നമ്മൾ ഗിർഡർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, റെയിൽ പാളം അതുപോലെ തന്നെ പാലങ്ങളുടെ അടിയിൽ ലോഡ് താങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബീമിനെയാണ് ഗിർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് മിനിമം ഡിപ്രഷൻ അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ്. അപ്പോൾ അതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ട് ഡിപ്രഷൻ വളരെ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വന്തം വെയിറ്റ് കൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നതായി കാണാം. For that, the depression of the girder should be small for a given load also. മാത്രമല്ല the depression of the girder should be small for a given load. ഒരു ലോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ട് ആ ഗിർഡറിൻ്റെ ഡിപ്രഷനും കുറവായിരിക്കണം. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡിക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ഓർ സ്പാൻ. ഇപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ നോക്കിയാൽ y ഈസ് പ്രൊപ്പോർഷണൽ ടു L ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു B ആൻഡ് D. അപ്പോൾ അതിൻ്റെ ലെങ്ത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ബിയും ഡിയും കൂട്ടുകയോ ചെയ്യണം. അപ്പോൾ ബിയും ഡിയും കൂട്ടുകയോ L കുറയ്ക്കുകയോ ചെയ്താൽ, സോ വെൻ വി ഡിക്രീസ് ദ ലെങ്ത് ദ ഡിപ്രഷൻ ഇസ് റിഡ്യൂസ്. ബട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഡിക്രീസിങ് L ടു ഗെറ്റ് മിനിമം ഡിപ്രഷൻ ഇസ് നോട്ട് എക്കണോമിക്കൽ. പക്ഷേ ലെങ്ത് നമ്മൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. കാരണം പാലത്തിൻ്റെ നീളം കുറയ്ക്കാൻ പറ്റില്ല, റെയിലിൻ്റെ നീളം കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലെങ്ത് കുറച്ചാൽ ഡിപ്രഷൻ കുറയും, പക്ഷേ അത് പറ്റില്ല. പക്ഷേ ബിയും ഡിയും കൂട്ടിയാലും ഡിപ്രഷൻ പറ്റും. In so many respects, by selecting the girder material with a high Young's modulus like steel, one can get the small depression. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗിർഡർ മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയോ ഹൈ യങ്സ് മോഡുലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിപ്രഷൻ കുറയും. Since D occurs in the equation of D cube, only a small change in D produces the same effect as larger change in B. D ക്യൂബിൻ്റെ ഫോമിൽ വരുന്നതുകൊണ്ട് ചെറിയ ചേഞ്ച് ഇൻക്രീസ് ഇൻ ഡി വിൽ പ്രൊഡ്യൂസ് എ മോർ റിസൾട്ട് ദാൻ ചേഞ്ച് ഇൻ ബി. ബിനെ കൂട്ടുന്നതിനേക്കാളും നല്ലത് ഡി കൂട്ടുന്നതാണ്. കാരണം ഡിയുടെ ക്യൂബാണ് അവിടെ വന്നിട്ടുള്ളത് ഇക്വേഷനിൽ. The corresponding increase in volume of the girder will be much smaller when D is increased than when B is increased, so as to have the same value of depression. So it is therefore more economical to have a large depth and a small breadth. For purposes of stability, the upper and the lower parts of the cross section will be broader so that the section will have the shape of I. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഏറ്റവും മുകളിലും താഴത്തെ പാർട്ടുകളുടെ ക്രോസ് സെക്ഷൻ കൊണ്ട് ബ്രോഡറായിട്ട് വീതി കൂടുതലായിട്ട് വയ്ക്കും. അതുകൊണ്ട് ഈ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഐയുടെ ഷേപ്പിൽ വരും. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഇൻ അനദർ വേ. വെൻ എ ഗിർഡർ ഈസ് സപ്പോർട്ടഡ് അറ്റ് its two ends, രണ്ട് അറ്റത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ its middle part is depressed and the surfaces above and below its neutral surface are compressed and extended respectively. അതിൻ്റെ ഒരു ഗിർഡറിൻ്റെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗിർഡർ ഈ സപ്പോർട്ടഡ് ഇറ്റ്സ് ടു എൻഡ്സ്, അതിൻ്റെ രണ്ടറ്റത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മിഡിൽ പാർട്ട് ഇസ് ഡിപ്രസ്ഡ്
അതിൻ്റെ നടുഭാഗമാണ് ഡിപ്രസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ സർഫസസ് എബോ ആൻഡ് ബിലോ ഇറ്റ്സ് ന്യൂട്രൽ സർഫസസ് ആർ കംപ്രസ്ഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് റെപ്പ്. അപ്പോൾ ആ ന്യൂട്രൽ സർഫസിൻ്റെ മുകളിലും താഴെയും സർഫസസുകൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. Compression is maximum at the upper surface and extension is maximum at the lower faces since stresses are maximum there. കാരണം ഏറ്റവും കൂടുതൽ കംപ്രഷൻ ഉള്ളത് അപ്പർ ഫേസിലും അതുപോലെ എക്സ്റ്റൻഷൻ ഇസ് മാക്സിമം അറ്റ് ദ ലോവർ ഫേസസിലും, കാരണം സ്ട്രെസ് ഏറ്റവും കൂടുതൽ അവിടെയാണ്. സ്ട്രെസ്സസ് ആർ ഡിക്രീസിങ് ആസ് വി പ്രൊസീഡ് ടുവേർഡ്സ് ദ ന്യൂട്രൽ സർഫസ് ഫ്രം ഈതർ സൈഡ്സ്. നമ്മൾ മുകളിലത്തെയും താഴത്തെയും ഫേസിൽ നിന്നും നടുക്കിലേക്ക് പോകും തോറും അതിൻ്റെ സ്ട്രെസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓൺ ദ ഇതർ. ഇറ്റ് ഫോളോസ് ദാറ്റ് the upper and lower faces of the girder should be much stronger than its middle portions. അതുകൊണ്ട് മുകളിലെയും താഴത്തെയും ഫേസുകൾ എന്ന് പറയുന്നത് ഷുഡ് ബി മച്ച് സ്ട്രോങ്ങർ, വളരെ സ്ട്രോങ് ആയിരിക്കണം, ദാൻ ഇറ്റ്സ് മിഡിൽ പോർഷൻസ്, അതിൻ്റെ മിഡിൽ പോർഷനുകളും. ഇൻ അതർ വേർഡ്സ് ദ മിഡിൽ പോർഷൻ ഓഫ് ദ girder may be made of a much smaller breadth than the upper and lower faces, thus saving a good amount of material with no loss in strength. അതുകൊണ്ട് ഏറ്റവും മുകളിലത്തെയും താഴത്തെയും പോർഷൻസ് ഫേസസ് നമ്മൾക്ക് ബ്രെഡ്ത്ത് കൂട്ടി വെക്കുകയും നടുക്കുള്ളത് ബ്രെഡ്ത്ത് കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്തിന് ഒരു കുറവുണ്ടാവില്ല. അതേസമയത്ത് നമുക്ക് മെറ്റീരിയൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഐ ഷേപ്പിലാണ് ഗിർഡറുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ റെയിൽവേ പാളങ്ങളും അതുപോലെ തന്നെ പാലത്തിൻ്റെ അടിയിലുള്ള ബീമുകളൊക്കെ ഐ ഷേപ്പിലുള്ള കാരണം അതുകൊണ്ടാണ്. അതിനാണ് ഐ ഷേപ്പ് ഗിർഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.